വീട്ടിലെ ആണുങ്ങളെക്കാൾ ഞങ്ങളാണ് ബുദ്ധിമതിമാരെന്ന് തർക്കിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങളുടെ വീട്ടമ്മമാർക്കും പലപ്പോഴും ഈ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യാൻ വീട്ടിലുള്ള ആണുങ്ങൾ തീർച്ചയായിട്ടും വേണ്ടി വരും. ഇനി അവരില്ലേ, അടുപ്പ് പുകയാത്ത അവസ്ഥയാണ്. പല വീട്ടമ്മമാർക്കുള്ള പ്രശ്നമാണ്. നിങ്ങൾ പാചകത്തിൽ ഭയങ്കര ആൾക്കാരായിരിക്കും, നിങ്ങൾ പലതും ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ വീട്ടിൽ 2 സിലിണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു സിലിണ്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിക്കും, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആളെ വിളിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ജെൻസ് വരുന്നത് വരെ കാത്തിരിക്കും. ഇനിയും ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഓപ്പറേറ്റർമാരെ വിളിച്ച് അവർ വരുന്നത് വരെ കാത്തുനിന്ന് പാചകം വരെ മുടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും നിങ്ങൾ വീട്ടമ്മമാര് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു കുറ്റി, സെക്കൻഡറി നമുക്ക് പുതിയതായിട്ടുള്ള ഒരു കുറ്റി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും സമയമില്ല. ഈ ഒരു ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ ഓഫ് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിലിണ്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടെ മലയാളികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിലോട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട പുതിയൊരു കുറ്റി. എല്ലാ വീട്ടിലും സ്വാഭാവികമായിട്ട് 2 കുറ്റി ഉണ്ടാവും. അപ്പോൾ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പല വീട്ടമ്മമാർക്കും കൺഫ്യൂഷനാണ്, നമ്മൾ എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നുള്ള കാര്യം. എന്നാൽ വളരെ സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു നോസിലുണ്ടല്ലോ, ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഈ ഗ്യാസിൻ്റെ കുറ്റി നമ്മൾ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് നമുക്ക് അങ്ങോട്ട് പോവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം പ്രസ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അടിയിൽ കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ സംഭവം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില ആൾക്കാർ ഇത് ഊരി കഴിഞ്ഞപ്പാട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താഴേക്കിടും. ഒരിക്കലും ചെയ്യരുത്, കാരണം ഇത് പൊട്ടിപ്പോകുന്ന സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക, പതിയെ മാത്രം നിലത്ത് വെക്കുക. ഇനി ഇപ്പം ഇത് പുതിയൊരു കുറ്റിയാണ്. പുതിയ കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിയോ കാര്യങ്ങളോ എടുത്ത് മുറിക്കുകയൊന്നും വേണ്ട. അതായത് ഈ ചരട് കണ്ടോ, ഈ ചരട് ചെറുതായിട്ട് പിടിച്ച് നമ്മൾ മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കീറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പിടിച്ച് വലിക്കുക ഇത്. അപ്പോൾ അതിൻ്റെ പിന്നെ ചെറുതായിട്ടൊന്ന് പുറത്ത് വരും. ശേഷം നമ്മൾ കൈ കൊണ്ട് നമ്മുടെ ഈ ഒരു കൈ മുകളിലോട്ട് നമ്മൾ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അടപ്പും വളരെ സിമ്പിളായിട്ട് വരും. അതിനായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ഇതിൻ്റെ അകത്തൊരു ബുഷ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കണക്ടർ നമ്മൾ എടുക്കുക, നോസിലെടുക്കുക. ശേഷം നമ്മളിതാ പ്രസ് ചെയ്ത് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ താഴേക്കൊന്ന് വെച്ചിട്ട് നമ്മളത് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ മുകളിലോട്ട് കയറ്റി പിടിച്ചതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. വേറെ ഒരു കുഴപ്പമില്ല, ഇതിനായിട്ട് വേറെ ഒരു പണിയില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ സ്റ്റൗ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുക. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കത്തി വരുന്നത് കാണാൻ പറ്റും. വളരെ സിമ്പിളായി നിങ്ങൾക്ക് കണക്ട് ചെയ്യുക ഈ ഒരു കാര്യം. പല വീടുകളിലും ഉള്ള ലേഡീസിനുള്ള പേടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇത് സ്വയം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും തരത്തിൽ ലീക്ക് ആവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തങ്ങൾ സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ പലപ്പോഴും ജെൻസിനെ ആശ്രയിക്കുന്നത്. അതായത് അവർ വരട്ടെ, അവർ വന്നിട്ട് കണക്ട് ചെയ്തോട്ടെ. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് ഗ്യാസിൻ്റെ ഓഫീസിൽ വിളിച്ച് അവരുടെ ഓപ്പറേറ്റർമാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ പാചകമാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചിലപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ ഭക്ഷണം പുറത്തുനിന്നൊക്കെ വാങ്ങേണ്ട ഒരുപാട് അവസ്ഥയുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര കുറ്റി വേണമെങ്കിലും മാറി 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 നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ചെറിയൊരു ടെക്നിക്ക് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ലീക്ക് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ആ ശബ്ദത്തിൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് ആണെങ്കിൽ ഒരു തരത്തിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. തുറക്കുമ്പോൾ ആ ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ. താങ്ക്